ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ദൈവം സഹായിച്ചു. അതിൻ്റെ ആദ്യത്തെ വിശുദ്ധ ദിവസം ഒരുമിച്ച് ഈ ദേവാലയത്തിൽ കൂടുവാനും വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാനും ദൈവം അവസരം തരുന്നു. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ കരുണകൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അർപ്പിക്കാം. ഫോർ ടുഡേയ്സ് റീഡിംഗ് ആൻഡ് മെഡിറ്റേഷൻ, scripture portion is taken from the Gospel according to Saint Luke chapter 9, verses commencing from 1 through 6, which I have already read as today's Gospel portion. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. For today's reading and meditation, a theme also has been decided by our church, that is മിഷൻ അൺവെയിലിംഗ് ഗോഡ്സ് ലവ് ടു ഓൾ. ദൗത്യം ദൈവസ്നേഹത്തിൻ്റെ സാർവത്രിക വെളിപ്പെടുത്തൽ എന്നുള്ളതാകുന്നു ഇന്നത്തെ തീം. മിഷൻ അൺവെയിലിംഗ് ഗോഡ്സ് ലവ് ടു ഓൾ. സോ ദിസ് തീം ഹാസ് ബീൻ ഫോർമുലേറ്റഡ് in relation with the outside Kerala mission of Marthoma Church. We have several missions outside Kerala. കേരളത്തിൽ രൂപപ്പെട്ട നമ്മളുടെ സഭ ഭാഷകളുടെ ബൗണ്ടറി കൂടാതെ പല സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഷകളിൽ ഒക്കെ സുവിശേഷം വ്യാപിപ്പിച്ചു. ദൈവമക്കളുടെ സംഭാവനയും അകമഴിഞ്ഞ പ്രവർത്തനങ്ങളും ഒക്കെ ആ മിഷൻ പ്രവർത്തനങ്ങളെ ധന്യമാക്കി തീർക്കുന്നു. സോ മിഷൻ is not an activity invented by the church. It is the very heartbeat of our Lord Almighty. When we go through the scripture portions, we can see from Genesis to Revelation, scripture itself reveals a God who moves towards humanity in love in different ways. And theologians, they are oftenly called this movement as Missio Dei. Missio Dei means mission of God. So before the disciples are sent, God is already at work. Jesus invites disciples to participate in God's own mission. And they are going about unveiling God's love. Love that heals, love that restores, love that proclaims the kingdom of God. So we can say mission therefore is not optional for the church, but it's our identity. നമ്മുടെ അല്ല മിഷൻ, ചർച്ചിൻ്റെ അല്ല മിഷൻ, മിഷൻ ദൈവത്തിൻ്റെയാണ്. ദൈവം തുടർന്നു കൊണ്ടുപോയിരുന്ന മിഷനെ ശിരസ വഹിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ വിചാരം നമ്മൾ കൊടുക്കുന്നത് കൊണ്ടും നമ്മൾ അധ്വാനിക്കുന്നത് കൊണ്ടും നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നത് കൊണ്ടും ഈ മിഷൻ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ധാരണ. പക്ഷേ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മിസിയോ ഡേ എന്നാണ്, മിഷൻ ഓഫ് ഗോഡ്. സോ ഗോഡ് കണ്ടിന്യൂയിങ് ഹിസ് മിഷൻ ത്രൂ അസ് ആസ് വി ആർ പാസിംഗ് ത്രൂ ദിസ് എർത്ത്, വി ആർ ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടേക്ക് എലോങ് വിത്ത് ഹിം. ഒരവസരം എനിക്ക് കിട്ടുന്നു. നമുക്ക് തിരുവചനത്തിലൊക്കെ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ പ്രാർത്ഥനയ്ക്കൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരോട് പറയും, കാക്കയെ കൊണ്ട് പോലും മിഷൻ ചെയ്യിപ്പിച്ചവനാണ് ദൈവം. തട്ടിപ്പറിക്കുന്ന കാക്കയെ കൊണ്ട് അപ്പം കൊടുപ്പിച്ചിട്ടുള്ളവനാണ് ദൈവം. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ചാൻസ്, ഐ ആം യൂട്ടിലൈസിങ് മൈ ഓപ്പർച്യൂണിറ്റീസ് അലോങ് വിത്ത് ലോഡ് ആൻഡ് ടു പാർട്ടേക്ക് ഇൻ ദിസ് മിഷൻ, പാർട്ടിസിപ്പേറ്റ് ഇൻ ഹിസ് മിഷൻ, നോട്ട് അവർ മിഷൻ. ദൈവത്തിൻ്റെ മിഷനിൽ ദൈവത്തോട് ചേർന്ന് ഞങ്ങളുടെ വിഭവങ്ങളും ഞങ്ങളുടെ താലന്തുകളും ഞങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയും പങ്കുവയ്ക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണല്ലോ ഇന്ന് ഈ ഏവങ്കേലിയോനായിട്ട് വായിച്ച വേദഭാഗം. ഇതിൽ നിന്ന് ചില ചിന്തകൾ പെട്ടെന്ന് പങ്കുവച്ചിട്ട് ഈ മിഷനെക്കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മിഷൻ എന്ന് പറയുന്നത് ദൈവം നമ്മളെ വിളിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാകുന്ന ഒരനുഭവമാണ്. മിഷൻ ബിഗിൻസ്
when Christ calls us by name. So we have to respond towards that. Here also we can see that Jesus Christ called his 12 disciples by name and appointed them for the divine mission. So mission begins when Christ calls us by name. And it is God who initiates mission. He is calling every time to different people who are having different opportunities and talents. He's still continuing, and he is calling. And he is inviting ordinary people into his loving purpose for the world. So mission is being summoned by Christ. ഇവിടെയും നമ്മൾ ഈ വേദഭാഗം ആരംഭിക്കുന്നത് തന്നെയാണ്, അവൻ പന്തിര് വരെ അടുക്കെ വിളിച്ചു. കർത്താവ് വിളിക്കാതെ ആരും അവൻ്റെ കൂടെ മിഷനിൽ പങ്കുകാരാകുന്നില്ല. അതുകൊണ്ട് തന്നെ കർത്താവ്, പണ്ടത്തെ ഒരു മാരാമൺ പാട്ടാണല്ലോ, കർത്താവ് വിളിക്കുന്നു പല രാഗങ്ങളിൽ പല ഭാവങ്ങളിൽ കർത്താവ് വിളിക്കുന്നു. Are you hearing the voice of Jesus Christ? Are you hearing the voice of our Almighty God? He is calling us different ways. അതിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ വലിയ ഉത്തരവാദിത്വം. രണ്ടാമതായി നമ്മൾ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ നാം മനസ്സിലാകുന്നത്, അവൻ വിളിക്കുക മാത്രമല്ല, വിളിക്കുന്നവർക്ക് ശക്തിയും അധികാരവും ബലവും ഒക്കെ കൊടുക്കുന്നവരാണ്. അല്ല, അവർ സാധാരണക്കാരാണെങ്കിലും അവരെ ദൈവം ശക്തീകരിക്കും. ഇവിടെ കാണുന്നു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. So those whom Christ summons, he strengthens with power and authority. And they are empowered to preach, to heal, and to proclaim the kingdom of God. കർത്താവ് ശക്തീകരിക്കുമ്പോൾ അവരെ പ്രസംഗിക്കാനും സൗഖ്യമാക്കാനും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി അവർ ഉപയോഗിക്കപ്പെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. And authority to drive out all demons. So mission unfolds not through human ability, but through divine empowerment. God never looks our ability, but he looks our availability. If you are available for his call, he will utilize you for his mission. So mission unfolds not through human ability, but through divine empowerment. ഞാൻ എൻ്റെ സാധാരണ ജീവിതം, അത് ഏത് ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും അവിടുത്തെ പദ്ധതി നിർവഹണത്തിനായി എൻ്റെ ജീവിത സാഹചര്യങ്ങളെ ഞാൻ സമർപ്പിക്കുമ്പോൾ എന്നെ ഉപയോഗിക്കുന്നതും ശക്തീകരിക്കുന്നതും ദൈവമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അൺലെസ് the Lord Almighty, we cannot do anything, even minute things. 2026 പ്രവേശിക്കുമ്പോൾ ചെയ്യണം, ഒന്ന് ആലോചിക്കണം, ധ്യാനിക്കണം. ഈ വർഷത്തിൽ എത്രയോ ദിനങ്ങൾ മുൻപോട്ടുണ്ട്. കുടുംബത്തെക്കുറിച്ച് പ്ലാനുണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ച് പ്ലാനുണ്ട്, ജോലി മേഖലയിൽ പല പദ്ധതിയുണ്ട്, മനസ്സിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും പൂവണിയണമെങ്കിൽ, അർത്ഥപൂർണ്ണമാകണമെങ്കിൽ, unless the Lord Almighty, I can't do even a minute things in this world when I go forward. So അവനാണ് എന്നെ ശക്തീകരിക്കുന്നവൻ. അതുകൊണ്ട് ദൈവത്തോട് ചേർന്നല്ലാതെ ജീവിത ദൗത്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. മൂന്നാമതായി നമുക്ക് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഇവരോട് പറയുന്നുണ്ട്, വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും അരുത്. നമുക്കറിയാം, ജീവിതയാത്രയിൽ ഇതൊക്കെയും ആവശ്യമാണ്. ഇതില്ലെങ്കിൽ ജീവിക്കാൻ വലിയ പ്രയാസമാണ്, ജീവിതയാത്രയ്ക്ക് ആവശ്യമാണ്. എന്നാൽ കർത്താവ് ഇതിൽ കൂടെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതായിരിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അജണ്ട. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നുള്ളത് മാത്രമാകരുത് നിങ്ങളുടെ അജണ്ട. അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. ദൈവം അതാത് സമയത്ത് ചെയ്യും. എന്ത് ചെയ്യണം? ദൈവത്തിൽ ശരണപ്പെടണം. ദൈവം എന്നെ പുലർത്തിക്കൊള്ളും. വി ഹാവ് ടു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. വി ഹാവ് ടു സറണ്ടർ അവർസെൽസ് ബിഫോർ ഹിസ് പ്ലാൻ. സോ മിഷൻ ഡിമാൻഡ്സ് എ ലൈഫ്
ഓഫ് ട്രസ്റ്റ് ആൻഡ് ഡിപ്പെൻഡൻസ്. ഇന്ന് ആവശ്യത്തിന് പണമുണ്ട്, ആവശ്യത്തിന് ഉടുപ്പുണ്ട്, ആവശ്യത്തിന് ആഹാരമുണ്ട്, ആവശ്യത്തിന് പൊക്കണമുണ്ട്, എല്ലാം ഉണ്ട്. ഉണ്ടെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യം എന്തുവാ? ഒരുപാട് സമൃദ്ധി കഴിയുമ്പോൾ ദൈവം ആവശ്യമില്ല. അതേസമയം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഒരു അല്പം എല്ലാത്തിലും തികഞ്ഞു കഴിഞ്ഞ് സെൽഫ് സഫിഷ്യൻ്റ്, ഐ ആം സെൽഫ് സഫിഷ്യൻ്റ് ടു ലീഡ് എ ബെറ്റർ ലൈഫ് ഇൻ ദിസ് വേൾഡ്, ദെൻ ഹൗ ക്യാൻ ഐ സെർച്ച് ദ ഫേസ് ഓഫ് ഗോഡ്? ഇന്നത്തെ മനുഷ്യർക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു ദുര്യോഗമാണ്. കർത്താവ് അതാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം ആയി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കീഴ്പ്പെടാനുള്ള ഒരു വഴിയൊക്കെ അടയുകയാണ്. അങ്ങനെ ആവാൻ പാടില്ല. മിഷൻ ഡിമാൻഡ്സ് എ ലൈഫ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ഡിപ്പെൻഡൻസ്. വിത്തൗട്ട് ഹിം I cannot walk forward. Lord, I cannot walk forward. I cannot walk in the upcoming days without you. എനിക്ക് എന്തുണ്ടെങ്കിലും ദൈവമേ അത് പൂർത്തിയാകുന്നതും ഫലപ്രാപ്തിയാകുന്നതും നിന്നോട് ചേരുമ്പോഴാണ്. ഒരു ട്രസ്റ്റ് അല്ലേ? കുഞ്ഞുങ്ങൾ മാതാപിതാക്കളിൽ ട്രസ്റ്റ് ചെയ്യും. എന്താ കഴിക്കുന്നതെന്നും ഉടുക്കുന്നതെന്നും ഒന്നും ആർക്കറിയത്തില്ല. They are completely trusting their parents because they don't know how they are going to be eaten and how they are going to be utilize their life situation, but they are totally trusting their parents and they are believing that their parents will arrange everything what they wanted. ഒരു ടെൻഷനും ഇല്ലാതാണ് കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. നമ്മളും വിളിക്കുന്നത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. എല്ലാം എൻ്റെ പോക്കറ്റിലുണ്ട്, എല്ലാം എൻ്റെ ബാഗിലുണ്ട്, എല്ലാം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മിഷൻ ഡിമാൻഡ്സ് എ ലൈഫ് ഓഫ് ട്രസ്റ്റ് and dependence, letting go of excess and self-reliance so that God's love may flow freely through us. ഇങ്ങനെ നമ്മൾ ദൈവത്തിന് പൂർണ്ണമായിട്ടൊരു അവസരം കൊടുക്കുമ്പോൾ ദൈവ കരുണ നമ്മുടെ മേൽ പ്രവഹിക്കാനും ദൈവത്തിന് പ്രവർത്തിക്കാനും നമ്മളൊരു സാധ്യത കൊടുക്കുകയാണ്. എല്ലാം തികഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് ദൈവവും വേണ്ട, ഒന്നും വേണ്ട. അതേസമയം ദൈവമേ, I am helpless. I have everything but I am helpless. I have a lot of talents, but I am helpless. I have a lot of opportunity, but I am helpless. I have a lot of abilities, but I am helpless unless you. Without you, I cannot complete this life. That a kind of dependence we should have. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇതായിരിക്കല്ല നിങ്ങളുടെ മുഖ്യമായ അജണ്ട, മറിച്ച് ദൈവകരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരനുഭവം. ദൈവം തരും, ദൈവം പുലർത്തും, ദൈവം വഴി നടത്തും. ഹീ ഈസ് വിത്ത് മീ. 2026 അങ്ങനൊരു ചിന്തയോടുകൂടി വേണം മുൻപോട്ട് പോകാൻ. എല്ലാം സെൽഫ് സഫിഷ്യൻ്റ് ആണെന്ന് നാം പറയാൻ പാടില്ല. ദൈവമേ, ഇതിൻ്റെ ഓരോ ദിവസങ്ങളിലും നീ കൂടെ എൻ്റെ കൂടെ വരണം. എൻ്റെ ജീവിതത്തെ നീ അർത്ഥപൂർണ്ണമാക്കി തീർക്കണം. ലെറ്റിംഗ് ഗോ ഓഫ് എക്സസ് ആൻഡ് സെൽഫ് റിലയൻസ് so that God's love may flow freely through us. So we need to surrender our family and our life situations, our missions and all our responsibility for the Lord Almighty is seeking His help and seeking His support. Otherwise we cannot complete our journey in a fruitful manner wherever we are. എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളും കുടുംബാംഗങ്ങളും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. തുടർന്ന് നമ്മൾ ആ വേദഭാഗത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യം രേഖപ്പെടുത്തുന്നു, വേഴ്സ് 4, നിങ്ങളെ ഏത് വീട്ടിൽ എങ്കിലും ചെന്നാൽ അവിടം വിട്ടു പോകും വരെ അവിടെ തന്നെ പാർപ്പിൻ. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു സ്റ്റെബിലിറ്റിയെക്കുറിച്ചാണ്. ചിലപ്പോൾ ഒന്ന് അത്ര സുഖകരമല്ലാതെ വരുമ്പോൾ അത് വിട്ട് കളഞ്ഞിട്ട് വേറൊന്നിലേക്ക് പോകാനുള്ള ഒരു അനുഭവം. സോ ഐ ബീൻ സർവ്ഡ് ഇൻ ആന്ധ്രാപ്രദേശ് ഫോർ 7 years. In the midst of lot of inconveniences, we participated in the divine mission of God there. ഒരു പക്ഷേ നമുക്ക് മറ്റുള്ളവരിലേക്കൊക്കെ നോക്കുമ്പോൾ ഒത്തിരി സാധ്യതകൾ നമുക്കുണ്ടായിരിക്കാം. ഇട്ടിട്ട് പോകാനൊക്കെ തോന്നും. അത് കുടുംബജീവിതത്തിലും അങ്ങനെയാണ്, നമ്മുടെ ഏത് മേഖലകളിലും അങ്ങനെയാണ്. ഇട്ട് കളഞ്ഞിട്ട് പോകാൻ തോന്നും. കുടുംബജീവിതത്തിൽ പരസ്പരം പൊരുത്തപ്പെടാതെ വരുമ്പോൾ ഇട്ട് കളഞ്ഞിട്ട് പോകാൻ ചിലപ്പോൾ തോന്നും. കുഞ്ഞുങ്ങളുമായിട്ടുള്ള ജീവിതം ദുസ്സഹമായിട്ട് വരുമ്പോൾ അതിന് ഓൾട്ടർനേറ്റീവായിട്ടുള്ള വഴികൾ ചിലപ്പോൾ തിരഞ്ഞു എന്ന് വരും. ക്രൈസ്തവ ജീവിതം ഒരു മടുപ്പും ഒരു കഥയും ഒരു കിഴവിക്കഥ പോലൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പം അതൊക്കെ അങ്ങ് മടുത്തു പോകും. എന്നും ഇതൊക്കെ കേൾക്കുന്നതല്ലേ, എന്നും പ്രസംഗം കേൾക്കുക, എന്നും സന്തോഷിച്ച പുൾപ്പിറ്റി കയറി എന്തൊക്കെയോ പറയും, അല്ലെങ്കിൽ എന്നും ഈ കുർബാനയൊക്കെ തന്നെയല്ലേ, എന്നും ഇതേ കാര്യങ്ങളൊക്കെ ചെല്ലുന്നേ ഉള്ളൂ.
അതൊന്നും ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നില്ല. ചേമ്പിലയുടെ പുറത്ത് വെള്ളം വീഴുന്ന പോലെ ഇങ്ങനെ അങ്ങ് പോകുന്ന ഒരനുഭവത്തിൽ കൊണ്ടുപോയാൽ ഒരു മടുപ്പൊക്കെ തോന്നും. എന്നാൽ ഈ വേദഭാഗം പറയുന്നു, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുമ്പോൾ പോലും നിങ്ങൾ വിട്ടുകളഞ്ഞിട്ട് പോകാനുള്ളതല്ല, അതിൽ സ്ഥിരോത്സാഹികളായിട്ട് നിൽക്കാനുള്ള ഒരനുഭവമാണ്. മിഷൻ ഈസ് നോട്ട് അബൌട്ട് മൂവിങ് ക്വിക്ക്ലി ഫ്രം പ്ലേസ് ടു പ്ലേസ് ഇൻ സെർച്ച് ഓഫ് കംഫർട്ട് ഓർ സക്സസ്, ബട്ട് അബൌട്ട് ബീയിങ് ആങ്കേർഡ് വെയർ ഗോഡ് പ്ലാൻസ് അസ്. ദൈവം എന്നെ നട്ടിരിക്കുന്നിടത്ത് ഫ്രൂട്ട്ഫുള്ളായിട്ട് ഫലം കായ്പാനായിട്ട് ഇടയാവണം. സോ മിഷൻ കോൾസ് us to be rooted and faithful, not restless for opportunities, but practice contentment where they are. ജീവിതത്തിന് കണ്ടൻമെൻ്റ് ഉണ്ടോ? സംതൃപ്തി എന്തുണ്ടെങ്കിലും അല്പം മതി. പക്ഷെ സംതൃപ്തി ഉണ്ടെങ്കിൽ അല്പം മതി. മനസ്സിലായോ? സംതൃപ്തി ഇല്ലെന്നുണ്ടെങ്കിൽ എത്ര കിട്ടിയിട്ടും കാര്യമില്ല, എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര മിടുക്കരായിട്ടും കാര്യമില്ല. സോ പ്രാക്ടീസ് കണ്ടൻമെൻറ്റ്. സോ ആസ് വി ഹാവ് എൻറ്റേർഡ് ഇൻ ടു ദി 2026, dearly beloved of Detroit Marthoma Church community, practice contentment in your life. Then you can lead a meaningful Christian life wherever they are. സംതൃപ്തി ഇല്ലാതെ നമുക്ക് എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. പറയുന്നു, നിങ്ങൾ പ്രാക്ടീസ് കണ്ടൻമെൻറ്റ്. മിഷൻ ഈസ് നോട്ട് അബൌട്ട് മൂവിങ് ക്വിക്ക്ലി. വിട്ട് ഇഷ്ടമുള്ളതുപോലെ ഒരർത്ഥമില്ലാതെ ആരെയും ടച്ച് ചെയ്യാതെ ജീവിതം ഇങ്ങനെ പാസ് ചെയ്ത് പോകാനുള്ളതല്ല. ലഭിച്ചിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ഫ്രൂട്ട്ഫുള്ളായിട്ട് എഫക്റ്റീവായിട്ട് ദൈവം നമ്മളെ നട്ടിരിക്കുന്ന ഇടത്ത് ഉപയോഗിക്കാനായിട്ട് ദൈവം നമ്മളെ ഇടയാകണം. അഞ്ചാമതായി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ, ഈ വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്ന് നോക്കുമ്പോൾ കാണുന്നത്, നിങ്ങളെ ആരെങ്കിലും കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളവിൻ. ലാസ്റ്റിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒരു സിഗ്നേച്ചർ ഇടാനായിട്ട് ശ്രമിക്കണം. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് അവർ മിഷൻ വി ഹാവ് ടു ഹാവ് എ സിഗ്നേച്ചർ. നമ്മൾ ഉണ്ടായിരുന്നെന്നുള്ളതിൻ്റെ ഒരു തെളിവ് അല്ലേ? മേക്ക് എ സിഗ്നേച്ചർ, മേക്ക് എ ടെസ്റ്റിമണി, ഷോ യുവർ പ്രസൻസ് ദെയർ. Wherever God planted you, when you leave from that place, try to make a testimony in that place. Try to make a signature there. നമ്മൾ ഉണ്ടായിരുന്നതിൻ്റെ ഒരു ഗുണം അവിടെ കാണണം. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നൊക്കെ നമ്മൾ ഇപ്പം ഈ വാച്ച് നൈറ്റിലൊക്കെ അതിന് മുമ്പുള്ള ദിവസം നമ്മൾ ധ്യാനിച്ചതാണല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? ഉപ്പ് കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാവും. പക്ഷെ ഉപ്പ് ഉള്ളതിൻ്റെ ഗുണം അല്പം രുചി നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതം അതുപോലാണ്. നമ്മൾ അപ്രത്യക്ഷരാകും, നമ്മളില്ലാതാവും, പക്ഷെ നമ്മൾ ഉള്ളതിൻ്റെ ഗുണം അവിടെ കാണാനായിട്ട് സാധിക്കണം. മേക്ക് എ സിഗ്നേച്ചർ. God placed me in my family, so I have to make a signature in the life of my children through my testimony, through my words, through my intervention, through my faithful journey, through my faithful life. I should make a signature in their life. ഞാൻ അപ്രത്യക്ഷമാകുന്നതിന് മുൻപ് എൻ്റെ ജീവിതം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു കയ്യൊപ്പ് ചാർത്താനായിട്ട് സാധിക്കണം. സിഗ്നേച്ചർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാലിൽ പൊടി തട്ടിക്കളവീൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ അല്ല ഉൾക്കൊണ്ടില്ലേ അവരെ ശപിച്ചിട്ട് പോകാമെന്നുള്ള അർത്ഥമല്ല. മറിച്ച് നിങ്ങളവിടെ ശുശ്രൂഷ ചെയ്തതിൻ്റെ ഒരു അടയാളം അവിടെ വെച്ചിട്ട് പോകാനായിട്ട് സാധിക്കണം. സാക്ഷ്യം പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. As we are passing through this earth and as we are going through this world, dearly beloved, let us make a signature wherever we are. നമ്മൾ ഉണ്ടായിരുന്നെന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് 5 വാക്കുകളായിട്ട് ഞാൻ സംഗ്രഹിച്ചാൽ ഇങ്ങനെ സംഗ്രഹിക്കാനായിട്ട് സാധിക്കും. മിഷൻ സമ്മൺഡ് ബൈ ക്രൈസ്റ്റ്, സമ്മൺഡ്. സെക്കൻഡ്, സ്ട്രെങ്തൻഡ്. തേർഡ്, സറണ്ടേർഡ്. ആൻഡ് ഫോർത്ത്, സ്റ്റേബിൾഡ്. ആൻഡ് ലാസ്റ്റ്, സിഗ്നേച്ചർ. Every word starts with S so that you can easily remember. Summoned, strengthened, surrendered, stabled, and signature. God bless you in your family as well as in your mission so that your life would be a fruitful life. He is summoning, He is calling us. He summons, summoned, strengthened,
and we have to surrendered. And we have to have a stable life, stabled. And last one, signature. God bless you to be fruitful. Now I invite Mr. Manoj Thomas to lead us in prayer.